ഭീഷ്മര് ഒരിക്കലൊരു ചെറിയ കക്ഷിയല്ല. 10 ദിവസം കുരുക്ഷേത്ര യുദ്ധക്കളത്തെ നിയന്ത്രിച്ചു കൊണ്ട് നിന്ന സർവ്വസൈന്യാധിപൻ. അദ്ദേഹത്തിന് ഏകരഥി എന്നുകൂടി പേരുണ്ട്. തീർച്ചയായിട്ടും വലിയ കഷ്ടം പിടിച്ചൊരു ജന്മമായിരുന്നു ഭീഷ്മരുടേത്. ഭീഷ്മര് അഷ്ടവസുക്കളിൽ ഒരാളാണ്. ആയുധമെടുത്ത് യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഭീഷ്മരെ പരാജയപ്പെടുത്താൻ ലോകത്ത് ആർക്കും കഴിയില്ല. ശാപം കിട്ടിയ ജന്മമായിട്ടാണ് എനിക്ക് ഭീഷ്മര തോന്നിയിട്ടുള്ളത്. മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കഥാപാത്രമാണ് ഭീഷ്മർ. ഭീഷ്മർ എന്ന് വെറുതെ പറയാറില്ല, ഭീഷ്മ പിതാമഹൻ എന്നാണ് അദ്ദേഹത്തെ പറയാറുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ആ നെടുംതൂണ് പോലെ മഹാഭാരതത്തിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന? തീർച്ചയായിട്ടും മഹാഭാരതത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു കഥാപാത്രമാണ് ഭീഷ്മർ. പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹൻ. ആ കുരുപരമ്പരയെ നിലനിർത്തിയ മഹാനായ യോദ്ധാവും ഭരണതന്ത്രജ്ഞനും. ഭീഷ്മര് ഒരിക്കലൊരു ചെറിയ കക്ഷിയല്ല, വളരെ വലുതാണ്. ഈ ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗയുടെയും 8ാമത്തെ പുത്രനാണ് ഗംഗാദത്തൻ. ജനിച്ച ഉടനെ അമ്മ കൊണ്ടുപോയി. 32 വയസ്സുവരെ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവും കൊടുത്തു. ദേവന്മാരുടെയും അസുരന്മാരുടെയും ഗുരുസ്ഥാനമുള്ള ശുക്രാചാര്യനാണ് ആചാര്യൻ. അവിടെ നിന്നാണ് മുഴുവൻ പഠിച്ചിട്ടുള്ളത്. 32ാമത്തെ വയസ്സിൽ കൊണ്ടുവന്നിട്ട് അച്ഛനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വന്ന ഉടനെ തന്നെ ശന്തനു മഹാരാജാവ് അദ്ദേഹത്തെ യുവരാജാവായി അഭിഷേകം ചെയ്തു. 32. അത് കഴിഞ്ഞ് 40 കൊല്ലക്കാലം പല രീതിയിൽ ഈ കുരു സാമ്രാജ്യം ഹസ്തിനപുരിയിലിരുന്നു കൊണ്ട് ഭരിച്ചു. താൻ ഒരിക്കലും രാജാവാകില്ല എന്നും തനിക്ക് രാജ്യഭരണം ഇല്ല എന്നും പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇത് ചെയ്തത്. അത് കഴിഞ്ഞ് 13 കൊല്ലക്കാലം ഈ ദുര്യോധനൻ്റെ കീഴിൽ അടിമവേല ചെയ്ത്. അക്ഷരാർത്ഥത്തിൽ 10 ദിവസം കുരുക്ഷേത്ര യുദ്ധക്കളത്തെ നിയന്ത്രിച്ചു കൊണ്ട് നിന്ന സർവ്വസൈന്യാധിപൻ. പാണ്ഡവസേനയെ മുച്ചൂടും മുടിച്ച്, സംഹാരരുദ്രനായി നിന്നുകൊണ്ട് പാണ്ഡവസേനയെ മുച്ചൂടും മുടിച്ച മഹാരഥി. അദ്ദേഹത്തിന് ഏകരഥി എന്നുകൂടി പേരുണ്ട്. ഒറ്റത്തേരിൽ നിന്നുകൊണ്ട് അനേകം മഹാരഥികളെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുന്ന കെൽപ്പ്. ഇതൊക്കെ ഉണ്ടായിട്ടും ശിഖണ്ഡിയുടെ മുന്നിൽ ആയുധം താഴെ വെച്ച് കീഴടങ്ങി ശരശയ്യയിൽ മരണം കാത്ത് കിടന്ന് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ അസ്തമയത്തിലേക്ക് നീങ്ങുന്നത് വരെ കണ്ട്, മക്കളും പേരക്കുട്ടികളും മുച്ചൂടും മുടിഞ്ഞു പോകുന്നത് കണ്ട് മരിച്ച് ഒടുങ്ങിയ ഭീഷ്മർ. ഇതാണ് ഭീഷ്മരുടെ ഒരു ചിത്രം. തീർച്ചയായിട്ടും വലിയ കഷ്ടം പിടിച്ചൊരു ജന്മമായിരുന്നു ഭീഷ്മരുടേത്. ഞങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു സംഗതികളല്ല. ജീവിതം വളരെ ദുരന്തപൂർണമായി തീർന്നൊരു മനുഷ്യനാണ് ഭീഷ്മർ. പല കാരണങ്ങളുമുണ്ട്. ധർമ്മവും ശരിയും പാണ്ഡവ പക്ഷത്താണെന്ന് അറിഞ്ഞുകൊണ്ട് അധർമ്മമാണ് ദുര്യോധനൻ ചെയ്യുന്നത് എന്ന് ഉറപ്പുണ്ടായിട്ട് ധർമ്മത്തിനെതിരെ അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്ത് 10 ദിവസം കുരുക്ഷേത്ര യുദ്ധം നയിച്ച സർവ്വസൈന്യാധിപനാണ് ഭീഷ്മർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത ഭീഷ്മർ എന്താണ് ഇങ്ങനെ വരാനുള്ളൊരു കാരണം? നിങ്ങൾക്ക് ബാക്കി കഥകളൊക്കെ അറിയാം. ഭീഷ്മർ സത്യത്തിൽ അഷ്ടവസുക്കളിൽ ഒരാളാണ്. 8 വസുക്കളുണ്ട്. അനിലൻ, അനലൻ, പ്രഭാസി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന 8 പേര്. ആ 8 വസുക്കളിൽ ഒരാളാണ്. അഹങ്കാരം കൂടപ്പുറപ്പായിട്ടുണ്ടായിരുന്നു. ഈ വസുക്കളും അവരുടെ ഭാര്യമാരും കൂടി ചുമ്മാ
ആഘോഷിച്ച് നടക്കുന്ന സമയത്ത് വസിഷ്ഠൻ്റെ ആശ്രമത്തിലെത്തി. അപ്പോൾ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ നന്ദിനി എന്ന പേരിലൊരു പശുവുണ്ട്. അതിൻ്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ ജരാനരകൾ ബാധിക്കില്ല. വസുക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ കാരണം? കാരണം വസുക്കൾ ദേവലോകവാസികളാണ്, അവരെ ജരാനരകൾ ബാധിക്കില്ല. അപ്പോൾ ഈ വസുക്കളിൽ ഒരുവൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ മോഹം. എന്താ അറിയാമോ? തങ്ങളിങ്ങനെ ജീവിതം ആഘോഷിച്ച് നടക്കുമ്പോൾ അവരുടെ ഒരു സ്നേഹിതയുണ്ട്, മനുഷ്യ സ്ത്രീയാണ്. അവർക്കിത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജരാനര ബാധിക്കാതെ അവരവിടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജരാനര ബാധിക്കാതെ ജിതവതി എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്, ഇവളുടെ സുഹൃത്തിൻ്റെ പേര്. അപ്പോൾ പറഞ്ഞു, ജിതവതിക്ക് ഇതിൻ്റെ പാല് കൊടുക്കുകയാണെങ്കിൽ അവൾ ജരാനര ബാധിക്കാതിരിക്കും, അതെനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ വസിഷ്ഠൻ അവിടെ ഇല്ല. നന്ദിനിയെ പിടിച്ചപ്പോൾ നന്ദിനി പോകാൻ വിസമ്മതിച്ചു. ഭീഷ്മർ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ പിടിച്ചു വലിച്ച് ഇത് കൊണ്ടുപോയി. ഇത് തിരിച്ചു വന്ന് ആരെ? വസിഷ്ഠൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും വസിഷ്ഠൻ ശപിച്ചു, നിങ്ങളെല്ലാം മനുഷ്യരായി ഭൂമിയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി പോയി കാല് പിടിച്ച്, മുനിശാപം ഞങ്ങളെ മാറ്റി കിട്ടണം. അപ്പോൾ 7 പേർക്ക് ഹ്രസ്വകാലമാണ് വിധിച്ചത്. കാരണം അവരാരും ഇതിനെ കൊണ്ടുപോയില്ല. പക്ഷേ ഇതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് ഭീഷ്മരായതുകൊണ്ട് ഭീഷ്മർക്ക് ദീർഘകാല ക്ഷിതിവാസം വിധിച്ചു, ഭൂമിയിൽ വധിക്കാൻ പറഞ്ഞു. അങ്ങനെ ജന്മമെടുത്ത് ഭൂമിയിലെത്തിയ കക്ഷിയാണ് ഇദ്ദേഹം. ഈ ശന്തനുവിൻ്റെ അച്ഛൻ പ്രദീപൻ ഭയങ്കരനായ, എന്ന് വെച്ചാൽ വലിയ മഹാഋഷി പോലത്തെ ഒരു രാജാവായിരുന്നു, രാജർഷിയായിരുന്നു. ഗംഗയ്ക്ക് അയാളുടെ ചെറിയ പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ ഗംഗ നേരെ ചെന്നിട്ട് പ്രദീപൻ്റെ വലത്തെ തുടയിലാണ് കയറിയിരുന്നത്, ചെന്നിട്ട് മടിയിലിരുന്നു. അതിൽ പ്രദീപൻ അത്ര ഇഷ്ടമായില്ല. കാരണം അങ്ങനെ ഒരു സ്ത്രീ വന്ന് തൻ്റെ ഇരുന്നില്ല. അപ്പോൾ പ്രദീപൻ പറയുകയും ചെയ്തു, എന്നെ അങ്ങനെ കരുതരുത്, ഞാനങ്ങനെ വിഷയലംബടനായിട്ട് ഓടി നടക്കുന്നതല്ല. പിന്നെ നീ വന്നിരുന്നത് എൻ്റെ പുത്രവധു ഇരിക്കേണ്ട സ്ഥാനത്താണ്. അപ്പോൾ നിനക്കൊരു കാര്യം ചെയ്യാം, നിനക്ക് എൻ്റെ പുത്രൻ്റെ വധുവായിട്ട് വരാം. അങ്ങനെയാണ് ശന്തനുവിൻ്റെ വധുവായിട്ട് ഇവർ വരുന്നത്, ഗംഗ. അപ്പോൾ ഗംഗ പറഞ്ഞ്, ഞാൻ വധുവായിട്ടൊക്കെ ഇരിക്കാം, പക്ഷേ എൻ്റെ ഒരു ഇഷ്ടത്തിനും നിങ്ങളെതിരെ നിൽക്കാൻ പാടില്ല. അങ്ങനെ ഓരോ കുട്ടികളുണ്ടാകും. ആ കുട്ടികളെ മുഴുവൻ ഗംഗ 7 പേരെയും ഗംഗയിൽ എറിഞ്ഞ് കൊന്നു. 8ാമത്തെ പുത്രനെ പറഞ്ഞ് ഇതിനെ വധിക്കരുത് എന്ന് ശന്തനു അപേക്ഷിച്ചപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുപോയി വിദ്യാഭ്യാസം കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ് ഈ കക്ഷി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശന്തനു അപ്പോൾ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ ഭാരതീയ സങ്കല്പം അനുസരിച്ചിട്ട് ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും കഴിഞ്ഞ, ഗൃഹസ്ഥാശ്രമവും കഴിഞ്ഞാൽ പിന്നെ വാനപ്രസ്ഥമാണ്. അപ്പോൾ ഇയാളുടെ ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗാർഹസ്ഥ്യം കഴിഞ്ഞു, ഇനി വാനപ്രസ്ഥത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, വാനപ്രസ്ഥ കാലമായിരിക്കുന്നു. ആ സമയത്താണ് സത്യവതിയെ കണ്ടെത്തുന്നത്. സത്യവതിയെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് അടങ്ങാത്ത കാമം. അപ്പോൾ ഈ സത്യവതിയെ കെട്ടാൻ വേറെ ഒരുപാട് പേരുണ്ട്. ഭയങ്കര ഒരു വലിയ സൗന്ദര്യമുള്ളൊരു സ്ത്രീയായിരുന്നു സത്യവതി. അപ്പോൾ ഈ സത്യവതിയെ കെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇയാൾ പോയിട്ട് ഇയാൾക്ക് കെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്താണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ശിങ്കിടി പറഞ്ഞു, എല്ലായിടത്തും ഒരു ശിങ്കിടി ഉണ്ടാകുമല്ലോ. ശിങ്കിടി പറഞ്ഞു, ഈ അച്ഛന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, സത്യവതിയെ വിവാഹം കഴിക്കണമെന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇയാൾ എന്താ ചെയ്തിട്ട് ഇയാൾ നേരെ പോവുകയാണ്. ദാശരാജാവ്, മുക്കുവ രാജാവിൻ്റെ മകളാണ് സത്യവതി. സത്യവതിയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞ്, അല്ല നിങ്ങളുടെ
അച്ഛൻ്റെ മകനായിരിക്കണം നിങ്ങളുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ മകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളുടെ മക്കൾക്ക് രാജ്യഭാരം കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത്? ന്യായമായ ചോദ്യം. ന്യായമായ ചോദ്യം. ഞാൻ അതിനോട് തയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ രാജ്യഭാരം അല്ല, രാജ്യഭാരം നിങ്ങൾ കൊടുക്കും, രാജ്യം നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. പക്ഷെ നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് പുത്രനുണ്ടെങ്കിൽ ആ രാജ്യം പിന്നെ നിങ്ങളുടെ പുത്രനായിരിക്കും ഭരിക്കുക. അപ്പോൾ ഇവരുടെ പരമ്പരക്ക് കിട്ടില്ലല്ലോ, അതുണ്ടായില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം വേണ്ട. അങ്ങനെ ഇയാൾ നേരത്തെ കഴിഞ്ഞ ജന്മത്തിൽ നന്ദിനി പശുവിനെ മോഷ്ടിച്ച അതേ എടുത്തുചാട്ടം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ അവിടെ വെച്ച് പറയണു, ഞാൻ ഇനി വിവാഹമേ കഴിക്കില്ല, ഞാൻ രാജാവാകില്ല, രാജ്യഭാരം നിർവഹിക്കില്ല, ഞാൻ വിവാഹവും കഴിക്കില്ല. അങ്ങനെയാണ് ഭീഷ്മമായ പ്രതിജ്ഞ എടുത്ത് ഭീഷ്മരാകുന്നത്. പക്ഷേ രാജ്യം ഭരിക്കില്ല എന്ന് പറഞ്ഞ ഈ കക്ഷിയാണ് 53 കൊല്ലം രാജ്യഭാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതെന്നും കൂടി നിങ്ങൾ ഓർക്കണം. 40 കൊല്ലം പുള്ളി തന്നെയാണ് ഭരിച്ചത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സത്യവതിയുടെ ഇത് വേറൊരു പാരയും കൂടി വന്ന് ഇങ്ങനെ അച്ഛൻ ഇത് കൊടുത്തല്ലോ. അപ്പോൾ ശന്തനു മകനൊരു വരം കൊടുത്തു, അതാണ് സ്വച്ഛന്ത മൃത്യു. അതും പാരയായിട്ടാണ് വന്നത്. കാരണം ആഗ്രഹിക്കുമ്പോൾ മരിക്കാം. അപ്പോൾ പക്ഷേ എന്ത് പറ്റി? അത് വെച്ചുകൊണ്ട് മരണം കാത്ത് കിടക്കേണ്ടി വന്നു ശരശയ്യയിൽ, ഉത്തരായണം വരുന്നത് വരെ. ഒന്ന് ആലോചിച്ച് നോക്ക് ഇനി. അപ്പോൾ ഇതിനകത്ത് ഇയാൾക്ക് 2 പുത്രന്മാരുണ്ടായി സത്യവതി, ചിത്രാംഗതനും വിചിത്രവീര്യനും. അതിൽ 2 പേരും തന്തലതില്ലികളായിരുന്നു. ചിത്രാംഗതൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ചിത്രാംഗതൻ എന്ന് പേരുള്ളൊരു ഗന്ധർവനുമായി ദ്വന്ദ്വയുദ്ധത്തിലേർപ്പെട്ട് കൊല്ലപ്പെട്ടു. പിന്നെ ഇവർക്കൊക്കെ ഭാര്യമാർ വേണമല്ലോ. അതിനെന്ത് ഇയാൾ ചെയ്തത് എന്താ അറിയാമോ? ഇയാൾ നേരെ പോയിട്ട് കാശി രാജാവിൻ്റെ 3 മക്കളാണ് ഏകരഥിയായി ചെന്ന് ഒറ്റത്തേരിൽ പോയിട്ട് ബാക്കിയുള്ള എല്ലാവരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് ഈ 3 എണ്ണത്തിനെയും തേരിലിട്ടെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അനിയനെ കൊണ്ട് കെട്ടിച്ചു. ഇതിനകത്തൊരു ചെറിയ ലീഗൽ ഇഷ്യൂ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചെടുക്കാം അന്നത്തെ നിയമം അനുസരിച്ച്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയേ പറ്റൂ, മറ്റൊരാൾക്ക് വേണ്ടി അത് ചെയ്യരുത്. നിങ്ങൾ പോയിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ആ സ്ത്രീയെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹം കഴിച്ച് നിങ്ങളുടെ ഭാര്യയായിട്ടൊക്കെ നിയമപരമായിട്ട് ശരിയാണ്. പക്ഷേ നിങ്ങൾ പോയിട്ട് വേറൊരാൾക്ക് വേണ്ടി കൂലിത്തല്ലിന് പോകരുത്. അത് അനുവദനീയമല്ല. പക്ഷേ ഭീഷ്മർക്ക് അതും ബാധക വരുന്നില്ല. അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രശ്നം പറ്റി. അതെന്താണെന്നറിയാമോ? ഭീഷ്മർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ അംബിക അംബാലിക, അതിൽ ഒരുത്തി അംബ വേറൊരുത്തനുമായിട്ട് വിവാഹം ഉറപ്പിച്ചിരുന്നതാണ്. പ്രണയത്തിലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞത് പറ്റില്ല എന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു മാന്യൻ. അപ്പോൾ നിങ്ങളെന്നെ ഇല്ല, ഞാൻ വിവാഹം കഴിക്കില്ലല്ലോ, ഞാനിത് കൊണ്ടുവന്ന് അതിലവൾ ഉടക്കി. അപ്പോൾ എന്നെ അവിടെ കൊണ്ടാക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ടാക്കിയപ്പോൾ അയാൾ പറഞ്ഞു, വേറൊരാൾ കീഴടക്കിയെടുത്തൊരു സ്ത്രീയെ ഞാനെങ്ങനെയാണ് വിവാഹം കഴിക്കുക? അന്ന് തുടങ്ങി ഇയാളുടെ ശത്രുവായി മാറി. പിന്നെ അവളുടെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇയാളെ പരാജയപ്പെടുത്തണം. അതിനു വേണ്ടി ശ്രമിച്ചിട്ട് നമ്മുടെ ഈ പരശുരാമൻ്റെ അടുത്ത് ചെന്ന് പരശുരാമനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ഇയാളുമായിട്ട് യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. 24 ദിവസം നീണ്ടു നിന്ന യുദ്ധം സമനിലയിൽ പര്യവസാനിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനിനി യുദ്ധത്തിന് ഇല്ല, ഇയാളെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ആയുധമെടുത്ത് യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഭീഷ്മരെ പരാജയപ്പെടുത്താൻ ലോകത്ത് ആർക്കും കഴിയില്ല. അപ്പോൾ എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന് ചോദിച്ചു. അല്ല, അയാൾക്കൊരു പ്രതിജ്ഞയുണ്ട്. അയാൾ ഒന്നുകിൽ ആണിനോട് യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ പെണ്ണിനോട് യുദ്ധം ചെയ്യും. ആണും പെണ്ണും കെട്ടവരോട് യുദ്ധം ചെയ്യില്ല. അങ്ങനെ ഇവൾ തപസ് ചെയ്തിട്ട് ശിഖണ്ഡിയായി ജനിക്കുകയാണ്. ശിഖണ്ഡിയായി ജനിച്ചിട്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ വന്ന്
ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്ത് ആയുധം വെച്ച് അർജുനൻ്റെ അസ്ത്രമേറ്റ് മരിക്കേണ്ടി വന്നു. അതെ. അവിടെയും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അഹങ്കാരമാണ് പ്രശ്നം. ഇനി ഓരോന്നോരോന്നെടുക്കാം. അച്ഛൻ്റെ വിവാഹം, അത് തെറ്റാണ് ചെയ്തത്. കാരണം ഈ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് പോകേണ്ട ഒരാളെ തിരിച്ച് ഗാർഹസ്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതെ, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അച്ഛനാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിനുവേണ്ടി എന്താ ചെയ്തത്? അതിനുവേണ്ടി താൻ ത്യജിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അസ്ഥാനത്തുള്ള ത്യാഗമാണത്. താൻ രാജാവായി, എന്നിട്ട് എന്ത് ചെയ്ത് 40 കൊല്ലം ആ രാജ്യം ഭരിച്ച്. പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും രാജ്യം ഭരിച്ചിരുന്ന ആരാണ്? ഇവരാണ്, ഭീഷ്മരാണ്. ഈ പാണ്ഡുവിനെയും ധൃതരാഷ്ട്രയെയും വളർത്തിയെടുത്തതുപോലെ തന്നെ മറ്റേ വിചിത്ര വീരൻ്റെ മക്കളാണല്ലോ അവർ. അവരെ വളർത്തിയെടുത്ത് അവർക്ക് ആയുധാഭ്യാസം കൊടുത്ത് അവരെ രാജ്യം ഭരിക്കാൻ പ്രാപ്തരാക്കി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മറ്റവൻ പാണ്ഡു മരിച്ചുപോയി. കാരണം അവൻ ഇത് അധികാമികളാണ് ഈ പരമ്പര മുഴുവനും. കാരണം അധികാമത്തിൻ്റെ ലക്ഷണമാണ് ശന്തനു രാജാവിൻ്റേത്. കാരണം ഗാർഹസ്ഥ്യത്തിൽ നിന്നും വാനപ്രസ്ഥത്തിലേക്ക് പോകാതെ തിരിച്ച് ഗാർഹസ്ഥ്യത്തിലേക്ക് നടക്കുന്നവൻ അധികാമിയാണ്. അധികാമത്തിന് കൊടുത്ത വിലയാണ് ഇത് കിട്ടിയത്. അവസാനം പിന്നെ എങ്ങനെയാണ് ഈ പുത്രന്മാർ വരുന്നത്? 3 പുത്രന്മാർ ജനിക്കുന്ന വിചിത്രവീരനും മരിച്ചു പോയിട്ട് പിന്നെ ആരാണ് വരുന്നത്? വ്യാസൻ. വ്യാസൻ ആരാണ്? വ്യാസൻ സത്യവതിക്ക് നിയമം അനുസരിച്ച് ശരിയാണ്, കാരണം വ്യാസൻ ചേട്ടൻ തന്നെയാണ്. പക്ഷേ സത്യവതിക്ക് ഇത് പരാശരനിലുണ്ടായ പുത്രനാണ്. വ്യാസൻ ഇത് സംബന്ധിച്ച് വരെയാണ്. അങ്ങനെ വന്നിട്ടാണ് ഇത് വരുന്നത്. അങ്ങനെ രാജ്യം ഭരിക്കാൻ വേണ്ടി 2 കേമന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഒരുത്തൻ അന്ധനായിപ്പോയി. അന്ധനായിപ്പോയവൻ രാജ്യം ഭരിക്കാൻ യോഗ്യനല്ല. മറ്റവൻ രാജ്യം ഭരിക്കാൻ വേണ്ടി പോയിട്ട് അതിനിടക്ക് നായാട്ടിന് പോയി. രാജാവ് നായാട്ടിന് പോകാൻ പാടില്ല എന്നാണ്. പോകാം എന്നല്ല, വിലക്കപ്പെട്ടിട്ടുള്ളതാണ് രാജാവിന് നായാട്ട്. എന്താ കാരണം? നായാട്ടിൽ വധ്യരെയും അവധ്യരെയും കൊല്ലും. അത് വധിക്കപ്പെടേണ്ടതുണ്ട്. വധിക്കപ്പെടേണ്ടത് എന്താണ്? നിനക്ക് വിശപ്പുണ്ടെങ്കിൽ ആ വിശപ്പ് തീർക്കാൻ വേണ്ടി ഒരു മൃഗത്തെ നിനക്ക് വധിക്കാം. പക്ഷേ അത് നിനക്ക് വിഹിതമാണ്. നിനക്ക് വിഹിതമല്ലാത്തതിനെയും കൊല്ലേണ്ടി വരും. കാരണം പ്ലഷറിന് വേണ്ടിയിട്ട് കൊല്ലുന്നതാണ് നായാട്ട്. അതിന് പോയി കഴിഞ്ഞ് പെട്ട്. അപ്പോൾ അതങ്ങനെ പോയി. ഈ 40 കൊല്ലം ഇത് ഭരിച്ച് വന്നിട്ടാണ് പിന്നീട് ഇവർക്ക് രാജ്യം വിഭജിച്ചു കൊടുക്കുന്നത്. അതും വിഭജിച്ചു കൊടുത്ത് അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറ്റേ അരക്കില്ല ഉണ്ടാക്കുന്നുണ്ട്, ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, ഇവർ കാട്ടിൽ പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഇന്ദ്രപ്രസ്ഥവും ഹസ്തിനപുരവും ആവുന്നതും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഇയാളുടെ മകനും, ഈ പരമ്പര ഇതാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ധർമ്മപുത്രർ രാജസൂയം നടത്തുന്നത്. രാജസൂയവും നടത്താൻ പാടില്ലാത്തതാണ്. രാജസൂയം നടത്തിക്കഴിഞ്ഞാൽ ഹിംസ പെരുകുകയും ആ ഹിംസയിൽ രാജ്യം നശിക്കുകയും ചെയ്യും എന്നുകൂടിയുണ്ട്. അതുകൊണ്ടാണ് രാമൻ രാജസൂയം നടത്താൻ പോയപ്പോൾ ഭരതനത് തടഞ്ഞ്, ചേട്ടനത് ചെയ്യരുത്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്. അതിൻ്റെ ഉദാഹരണം അങ്ങനെ അത് തടയാതെ ചെയ്തതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന ഒരുത്തനാണ് ധർമ്മപുത്രർ. കാര്യം ധർമ്മപുത്രൻ എന്നൊക്കെ പറയുമെങ്കിലും അത്ര ധർമ്മം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അച്ഛനെ നേരെ തിരിച്ച് നടത്തി അതായത് ഏത് ജീവിതചക്രത്തിലേക്കാണോ ഒരു മനുഷ്യൻ പോകേണ്ടത്? വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോയി ജീവിതചക്രം പൂർത്തീകരിക്കാൻ നിയുക്തനാക്കപ്പെട്ട തൻ്റെ പിതാവിനെ നേരെ തിരിച്ചു കൊണ്ടുവന്ന് ആ അധികാമം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു. 1. 2, താൻ രാജ്യം ഭരിക്കില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടേയിരുന്നു. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റായിട്ട്. സത്യവതി പറഞ്ഞപ്പോൾ ചെയ്യേണ്ടി വന്നില്ലേ? അത് എങ്ങനെയുള്ളത്? ഈ രാജ്യവുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല. വിചിത്രവീര്യൻ്റെ ഭാര്യമാരിലാണ് സന്താനോൽപാദനം നടന്നിരിക്കുന്നത്. അവരും വിചിത്രവീരൻ്റെ മക്കളെന്ന് നിലക്കാണ്. വൈചിത്രവീരൻ എന്ന് ധൃതരാഷ്ട്ര ഇടക്കിടയ്ക്ക് വ്യാസൻ വിശേഷിപ്പിക്കുന്നുണ്ട്.
പരിഹാസം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇടക്കിടക്ക് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് മഹാഭാരതത്തിൽ കാണാൻ കഴിയും. മഹാഭാരതത്തിൽ മൊത്തം അങ്ങനെയാണല്ലോ, ശരിക്കുള്ള ആൾക്കാരുടെ മക്കളല്ലല്ലോ. അല്ല ഇവർ അത്, പക്ഷെ അന്നത്തെ നിയമം അനുസരിച്ച് അത് പറ്റും. ഇപ്പോഴും അങ്ങനെയാണ്. അഡോപ്റ്റഡ് സൺ ഉണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കോടതി ഇടക്കിടക്കൊക്കെ അത് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിയമപരമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിയമപരമായിട്ട് അത് ശരിയാണ്. പക്ഷേ ഇയാൾ എന്ത് പ്രതിജ്ഞയാണോ എടുത്തത് ആ പ്രതിജ്ഞ ഇൻഡയറക്റ്റായിട്ട് ലംഘിച്ചുകൊണ്ടിരുന്നു. ഞാൻ രാജ്യം ഭരിക്കില്ല, ഞാൻ രാജാവാകില്ല എന്ന് പറഞ്ഞ ആളാണ് 40 കൊല്ലം. അത് കഴിഞ്ഞിട്ടോ ഭീഷ്മർ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ദുര്യോധനന് ഇയാളുടെ സംശയമായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇയാളുടെ കൂറ് പാണ്ഡവരോടല്ലേ എന്നൊരു സംശയമുണ്ട്. അപ്പം കിട്ടുന്ന അവസരത്തിലൊക്കെ കുത്തി നോവിക്കും. എനിക്ക് ഓർമ്മ വരുന്നത് വണ്ടി വലിക്കുന്ന ചില കാളകളില്ലേ, ആ കാളകളെ ചാട്ടവാർ അടിച്ചുകൊണ്ട് വണ്ടി വലിക്കാൻ പറയുന്നത് പോലെയായിരുന്നു ഭീഷ്മരെ കൊണ്ട് ഓരോ കാര്യവും ദുര്യോധനൻ ചെയ്തുകൊണ്ടിരുന്നത്. ഭീഷ്മർ അതിനെ അനുവദിക്കേണ്ടി വന്നു. വിരാട് രാജ്യത്തേക്കുള്ള യുദ്ധത്തിനിടയ്ക്കും ഭീഷ്മരെ അപമാനിക്കുന്നുണ്ട് എല്ലായിടത്തും. അത് കഴിഞ്ഞതിന് ശേഷം സേനാധിപതിയായിരുന്നു അപ്പോൾ ഭീഷ്മര്. അതിൻ്റെ വേറൊരു കാര്യമുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഓരോരുത്തരെ അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കർണൻ മഹാരഥിയാണ് എന്ന് ഇയാൾ പറഞ്ഞു. ആരെ? ദുര്യോധനൻ. അതെ. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു അല്ല, അർത്ഥരഥിയാണെന്ന് പറഞ്ഞു. പകുതിയുള്ള അയാൾ. കാരണം ശരിയാണ്, അയാൾക്ക് 3 ശാപമുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് ആ 3 ശാപമുള്ളതിൻ്റെ പേരിൽ അയാളെ ഡിമിനിഷ് ചെയ്യപ്പെടുന്നുണ്ട്, അയാളുടെ കഴിവുകൾ. അപ്പോൾ അയാളെ നമുക്ക് ഈ മഹാരഥിയായിട്ട് കൂട്ടാൻ പറ്റില്ല. അയാളെ നിർത്തി യുദ്ധം ചെയ്താൽ യുദ്ധം ജയിക്കില്ല, യുദ്ധം തോറ്റുപോകും. അപ്പോൾ അതുകൊണ്ട് അയാൾ മഹാരഥിയല്ല, അർത്ഥരഥിയാണെന്ന് പറഞ്ഞു. ആ അർത്ഥരഥിയാണെന്ന് പറഞ്ഞപ്പോഴും ഇയാളെ ആമൂലാഗ്രം പുലഭ്യം പറയുന്നുണ്ട് ദുര്യോധനൻ കിട്ടുന്ന സമയത്തൊക്കെ ഇയാളെ പുലഭ്യം പറയും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാജ്യം ഭരിക്കില്ല എന്നും ഇത് തനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് അവസാനം വരെ ഇത് തൻ്റെ രാജ്യമാണ് എന്നുള്ള മോഹം മനസ്സിൽ സൂക്ഷിച്ചു. അതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ്. അപ്പോൾ ഭീഷ്മരെ എന്നും, അല്ലെങ്കിൽ ഈ 3 സ്ത്രീകളെ പോയിട്ട് പിടിച്ചുകൊണ്ട് വരിക, അവനവന് വേണ്ടി ചെയ്യാം, അനിയന്മാർക്ക് വേണ്ടിയിട്ട് വേറൊരാൾക്ക് വേണ്ടിയിട്ട് അവരെ ആക്ഷേപിക്കല്ലേ. ഇവറ്റകളാണെങ്കിൽ പരമതല്ലിപ്പുളികളായാൽ ഇവൻ രാജയോഷ്മാവ് വന്നിട്ടാണ് ആര് വിചിത്രവീര്യൻ എന്ന് പറഞ്ഞവൻ മരിക്കുന്നത്. ക്ഷയം പിടിച്ച് മരിക്കുകയാണ് ചെയ്തത്. സുഖലോലുമായ ജീവിതം നയിച്ച് ക്ഷയം പിടിച്ച് മരിച്ചു. അവൻ്റെ ഭാര്യമാരിലുണ്ടായതാണ്. എന്നാൽ രാജ്യം ഭരിക്കാൻ വേണ്ടി ധർമ്മിഷ്ഠനായ ഒരുവനുണ്ടായി. അവൻ പക്ഷേ ദാസീപുത്രനായതുകൊണ്ട് അവന് രാജ്യം ഭരിക്കാൻ യോഗ്യതയില്ല. അതാണ് ആരാണത്? 3-മത്തവൻ പാണ്ഡു അല്ല, വിതുരനായിരുന്നു യോഗ്യൻ. പക്ഷേ വിതുരന് രാജ്യം ഭരിക്കാൻ നിവൃത്തിയില്ല. ശൂദ്ര സ്ത്രീയിലുണ്ടായതാണ്, ദാസിയിലുണ്ടായത്, ദാസീപുത്രനാണ്. അതുകൊണ്ട് രാജ്യം ഭരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. അപ്പോൾ ഈ രീതിയിൽ ഒരു അഭിഷക്തമായ, ഇത്രയും ശാപം കിട്ടിയ ഒരു ജന്മം ഈ ഭീഷ്മനെ പോലെ വേറൊരാൾക്കില്ല. കാരണം താൻ രാജാവാകില്ല എന്ന് പറഞ്ഞ് രാജാവാകാതിരുന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. എത്ര കൊല്ലം? 53 കൊല്ലം. എന്നിട്ട് കിട്ടിയത് ശരശയ്യയിൽ കിടന്ന്. ആ ശരശയ്യയിൽ കിടന്നുകൊണ്ടാണ് ഈ 5 പാണ്ഡവന്മാരൊഴികെ ബാക്കി എല്ലാവരും, മക്കളും ചെറുമക്കളും മരിച്ചൊടുങ്ങുന്നത് കാണേണ്ടി വന്നത്. എന്തൊരു ദൈന്യമാണെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ധർമ്മം, സൂക്ഷ്മത്തിൽ ധർമ്മലംഘനം നടത്തിയ ആളാണ് ഇദ്ദേഹം. അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ പാഞ്ചാലി വസ്ത്രാക്ഷേപം എന്ന് പറയുന്നത് ഒരുത്തൻ്റെ ധർമ്മബോധം അളക്കാൻ വേണ്ടി വ്യാസൻ സൃഷ്ടിച്ച അതിഗംഭീരമായ രംഗമാണ്. അവിടെ വന്നുകൊണ്ട് ഈ ഇവരുടെയൊക്കെ മുമ്പിൽ വന്നുകൊണ്ട് അവൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ എനിക്കൊരു ഉത്തരം തരുമെന്ന് പറയുന്നുണ്ട്.
അപ്പോഴാണ് വികർണൻ പറയുന്നത് പാഞ്ചാലിയുടെ ചോദ്യങ്ങൾക്കൊരു ഉത്തരം കൊടുക്കണ്ടേന്ന്. അവനെ സ്നബ് ചെയ്യാണ് ആര്? കർണൻ. ഓ, ഒരു പണ്ഡിതൻ വന്നിരിക്കുന്നു, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാമെന്ന്. അങ്ങനെ അടിമക്ക് മനുഷ്യാവകാശങ്ങളില്ല എന്ന് കർണൻ വിധിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നിങ്ങൾ പറയൂ ഗുരുകാരണവന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തല കുമ്പിട്ടിരുന്ന് അധർമ്മത്തിന് കൈവിളക്ക് പിടിച്ചു കൊടുത്ത ആളാണ് ഭീഷ്മർ. ഭീഷ്മർക്ക് ഏറ്റവും വലിയ വിമർശനം അതാണ്. ഭീഷ്മര് ധർമ്മം പാലിച്ചിട്ടില്ല, സത്യം മാത്രമാണ് പാലിച്ചത്. ഇല്ല, സത്യവും പാലിച്ചിട്ടില്ല, സത്യം സൂക്ഷ്മത്തിൽ പാലിച്ചിട്ടില്ല. രാജാവാകില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറയണ്ടേ? അത് പറഞ്ഞില്ലല്ലോ. ഇത് ഉപേക്ഷിച്ച ഭാര്യയുടെ ഫോട്ടോ പോക്കറ്റിൽ സൂക്ഷിച്ചുകൊണ്ടല്ലേ ഇയാൾ നടന്നത്. അതും പാലിച്ചിട്ടില്ല, ധർമ്മവും സത്യവും പാലിച്ചിട്ടില്ല. എന്നിട്ട് പിന്നീട് പറയുന്നുണ്ട്, എന്താ പറയണമെന്നറിയാമോ? നീ അന്ന് ചോദിച്ചപ്പോൾ, പാഞ്ചാലിയോട് പറയുന്നുണ്ട്, ഞാൻ അന്ന് ചോദിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് അർത്ഥബന്ധം കൊണ്ടാണെന്ന്. എന്ന് വെച്ചാൽ മറ്റേ ദുര്യോധനൻ്റെ അടുത്ത് ചില്ലറ കിട്ടിക്കൊണ്ടിരുന്നു, ആ ചില്ലറ കിട്ടി ഞാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ഭീഷ്മർ. അപ്പോൾ എന്ത് മഹത്വം ഉണ്ടെങ്കിലും, എന്ത് കഴിവുണ്ടെങ്കിലും, ഗംഗയെപ്പോലെയുള്ള ഒരു അമ്മ വളരെ കഷ്ടപ്പെട്ടു വളർത്തി വലുതാക്കി എല്ലാ വിദ്യാഭ്യാസവും കൊടുത്ത് ഈ ധനുർവേദത്തിലെ മഹാസിദ്ധികൾ മുഴുവൻ കൊടുത്ത് രാജ്യം ഭരിക്കാനുള്ള എല്ലാ കെൽപ്പും കൊടുത്ത് വളർത്തിയെടുത്ത് ഏൽപ്പിച്ചിട്ടും ചൊവ്വായില്ല. അത് ആണ് ഭീഷ്മർ. അങ്ങനെ ഒരു ശാപം കിട്ടിയ ജന്മമായിട്ടാണ് എനിക്ക് ഭീഷ്മര തോന്നിയിട്ടുള്ളത്. കാരണം ധർമ്മത്തെയും സത്യത്തെയും സൂക്ഷ്മത്തിൽ ആചരിക്കാൻ വിസമ്മതിച്ചിരുന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം.